പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുഖലോലുപത വിട്ടുപേക്ഷിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളുടെ മേൽ കർത്താവ് വർഷിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ 1-2 അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കോട്ടയത്ത് നിന്ന് യൂബിയുടെ അമ്മയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മകൾ യൂബിയുടെ ബ്രസ്റ്റിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരം കാണുന്ന കുടുംബമാണ്. ഇത് ഞങ്ങളുടെ മനസ്സിന് വലിയ വേദനയുണ്ടാക്കി. ഞങ്ങൾ നവംബർ 11-ാം തീയതിയിലെ അഭിഷേകാഗ്നിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോയുടെ സന്നിധി മുട്ടുകുത്തി ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചു. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മകളുടെ ബ്രസ്റ്റിലുണ്ടായിരുന്ന മുഴ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വേഗം സർജൻ്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ വിശദമായി പരിശോധിച്ചിട്ട് മുഴ പൂർണ്ണമായി അപ്രത്യക്ഷമായെന്നും ഇനി ട്രീറ്റ്മെൻറ്റ് നിർത്താമെന്നും പറഞ്ഞു. നല്ലവനായ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര് കണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സർജൻ്റെ
ഒരു ഡോക്ടർ സർജൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ട്രീറ്റ്മെൻറ്റ് ഇടുന്ന ഒരു മുഴ. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കുടുംബം മുഴുവൻ മുട്ടുകുത്തിയെന്ന് യേശുവെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകാഗ്നി കഴിഞ്ഞ് നോക്കുമ്പോൾ ബ്രസ്റ്റിലുണ്ടായിരുന്ന മുഴ കാണാനില്ല. പിറ്റേ ദിവസം തന്നെ ഡോക്ടർ സർജൻ്റെ അടുത്തേക്ക് ഓടി. സർജൻ വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, മുഴ പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുന്നു, ഇനി ട്രീറ്റ്മെൻറ്റ് നിർത്താം, ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. കണ്ണൂർ ജില്ലയിലുള്ള ചുഴലി എന്ന സ്ഥലത്തുനിന്ന് തങ്കമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കത്ത് എഴുതുന്നത് വലിയ സന്തോഷത്തോടു കൂടെയാണ്. പരമകാരുണികനായ ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞ് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുണ്ടായില്ല എന്നുള്ളത് വലിയ വേദനയായിരുന്നു. ദൈവം തരുമെന്ന് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഡോക്ടറെ കണ്ട് 1 വർഷത്തിന് ശേഷം ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ മരുമകന് ഒരു പ്രശ്നമുണ്ടെന്നും 99% ഓപ്പറേഷൻ കൂടാതെ ഇനി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നും ഡോക്ടർമാർ തീർത്ത് എഴുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടത്. ഓരോരുത്തർക്കും നൽകുന്ന അത്ഭുതങ്ങളെ കണ്ട് ഞങ്ങൾ വിശ്വസിച്ച് ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾ കുടുംബം മുഴുവൻ ഇരുന്ന് കരഞ്ഞു. ഞങ്ങൾ യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. അതിൻ്റെ ഫലമായി ആ മാസത്തിൽ തന്നെ എൻ്റെ മകൾ ഗർഭിണിയായി. ഓപ്പറേഷൻ കൂടാതെ എൻ്റെ മകൾക്ക് ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇത് അവൾക്ക് 5-ാം മാസമാണ്. അവൾ സുഖമായി ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇനി ഓപ്പറേഷൻ കൂടാതെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ 99% അങ്ങനെ സംഭവിക്കുള്ളൂ വിധി എഴുതിയതാണ്. അവർ ഓഗസ്റ്റിലെ ആദ്യ ഞായറാഴ്ച ഇരുന്ന് കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ മാസത്തിൽ തന്നെ ഓപ്പറേഷൻ കൂടാതെ ഒരു കുഞ്ഞിനെ കർത്താവ് കുടുംബത്തിന് നൽകി അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കാം. വലിയ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. വ്യക്തികളിലേക്ക് അത്ഭുത ശക്തി ഇറങ്ങട്ടെ. കർത്താവെ, ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തണമേ. കഠിന ദുഃഖത്തോടെ നിലവിളിക്കുന്നവർ, മക്കളില്ലാതെ വേദനിക്കുന്നവർ, ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ അങ്ങയുടെ സന്നിധി മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്ന് വചനം അയച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. വചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഈ സമയത്ത് കുടുംബങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെയും അശുദ്ധ ശക്തികളെയും പൈശാചിക പീഡകളെയും നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖലോലുപത വിട്ടുപേക്ഷിക്കുക. പ്രൈസ് ദ ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യേശു ക്രിസ്തു വചന പ്രഘോഷണത്തെക്കുറിച്ച്, വചനം വിതയ്ക്കുന്ന വിതക്കാരനെ കുറിച്ച് അവതരിപ്പിച്ചിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു, വേരില്ലാത്തതിനാൽ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോകുന്നു. ക്ലേശവും പീഡയും വചനത്തെ പ്രതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവവചനം കേൾക്കുന്നൊരു ദൈവ പൈതലിൻ്റെ മേൽ, ആത്മീയതയിലേക്ക് തിരിയുന്നൊരു ദൈവ പൈതലിൻ്റെ മേൽ വചനം സ്വീകരിച്ചതൊരു വ്യക്തിക്ക് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകും. എന്നാൽ ചില വ്യക്തികൾ, വചനം കേൾക്കുന്നവരും വചനം സ്വീകരിച്ചിരിക്കുന്നവരുന്ന ചില വ്യക്തികൾ ഈ ക്ലേശത്തെയും പീഡയെയും തിരസ്കരണത്തെയും നിന്ദനത്തെയും പരിഹാസത്തെയും പുച്ഛത്തെയും അഭിമുഖീകരിക്കാൻ കഴിവില്ലാതെ അവർ വേഗം ക്ലേശം വിട്ടോടിപ്പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ഇവരാണ് വേരില്ലാത്തവർ. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, സുഖലോലുപരായ ആളുകൾക്ക് ഒട്ടും ചേർന്നതല്ല വചനപ്രകാരമുള്ള ജീവിതം. ദൈവവചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വേരുപാകി വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? സുഖലോലുപത വിട്ടുപേക്ഷിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികൾ വചനം കേട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും വീണു പോകുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവർ സുഖലോലുപത വിട്ടുപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ ദൈവമക്കളെ ആത്മീയ മേഖലകളിൽ നിന്ന് അധപതിപ്പിക്കാൻ
കൗശലപൂർവം അവരുടെ അരികിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന വലിയൊരു കെണിയാണ് സുഖലോലുപത. സുഖലോലുപത, സുഖലോലുപത ഇത് വലിയ തിന്മയാണ്. സർപ്പത്തിൽ നിന്ന പോലെ സുഖലോലുപതയിൽ നിന്ന് ഓടി അകലുക. ദൈവജ്ഞാനമുള്ള നല്ല ദൈവദാസന്മാർ അവരെ ദൈവം നയിക്കാൻ തുടങ്ങുമ്പോൾ അവർ ആദ്യം ചെയ്തിരുന്നത് സുഖലോലുപതയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. സുഖലോലുപതയ്ക്ക് അവർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, ദാനിയേലിനെ രാജാവ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ദാനിയേലിനെ കൂട്ടരെയും വളരെ രാജകീയമായി സ്വീകരിക്കുകയാണ്. രാജാവ് കഴിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ദാനിയേലിനും കൂട്ടർക്കും കൊടുക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ദാനിയേൽ നോക്കി, ദാനിയേൽ ചിന്തിച്ചു, ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വയറ് നിറയെ കഴിച്ച്, ഇവിടെ കിട്ടുന്ന പാനീയങ്ങളെല്ലാം വയറ് നിറയെ കുടിച്ച്, സൗജന്യമായി ഫ്രീ ആയി കിട്ടുന്നതാണെന്ന് വിചാരിച്ച് എല്ലാം മൃഷ്ടാനം ഭുജിച്ച് മൂക്കറ്റം തിന്ന് നടന്നാൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതം തകരുമെന്ന് ദാനിയേൽ മനസ്സിലാക്കി. ഇവിടെ കിട്ടുന്ന പാനീയങ്ങളെല്ലാം കുടിച്ച് നടന്നാൽ എൻ്റെ ആത്മീയ പൗരുഷം നഷ്ടപ്പെടുമെന്ന് ദാനിയേൽ മനസ്സിലാക്കി. ദാനിയേൽ ഇങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചു. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ട്, അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ട് താൻ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ച് ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുക. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദാവീദ് രാജാവിൻ്റെ വീഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ഒരു സുഖലോലുപതയുടെ ചരിത്രം കാണാം. അവൻ സായാഹ്നം വരെ കിടന്നുറങ്ങുകയായിരുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛയെ പൂർത്തീകരിച്ച്, ശരീരത്തിൻ്റെ ഒരു ഇച്ഛയെ പൂർത്തീകരിച്ചപ്പോൾ, ശരീരത്തിൻ്റെ ഒരു ഇച്ഛയ്ക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ ഇതാ മറ്റനേകം പാപങ്ങളിലേക്ക് അത് വാതിൽ തുറന്നു. അവൻ്റെ ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റുള്ള ഉലാത്തിലും, അതിനുശേഷം ഊറിയയുടെ ഭാര്യ ബേർഷബയുമായുള്ള പാപവും അതിനെ തുടർന്നുണ്ടായ മറ്റെല്ലാ സംഭവ വികാസങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖലോലുപത അനേകം പാപങ്ങളിലേക്കുള്ള വാതിലാണ്. സാംസൺ അധപ്പതിച്ചതിന് പിന്നിൽ ശരീരത്തിൻ്റെ ഇച്ഛകളെ, ശരീരത്തിൻ്റെ പ്രവണതകളെ നിയന്ത്രിക്കാൻ പരാജയപ്പെട്ടാണെന്ന് നമുക്ക് പരിശുദ്ധ വചനങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടില്ലേ? ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്ന് അത്ഭുതങ്ങൾ ചെയ്ത ദൈവദാസന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിത മാർഗമായി, ജീവിതത്തിൻ്റെ ആദർശമായി സ്വീകരിക്കുന്നില്ല? ദൈവം ഫ്രാൻസിസ് സേവ്യറിനെ സ്പർശിച്ചു. ഫ്രാൻസിസ് സേവ്യർ പാരീസ് സർവകലാശാലയിൽ വലിയ സ്ഥിതിയിൽ, വലിയ ധനാഢ്യനായി, വലിയ സ്ഥിതിയിൽ, വലിയ കുബേരനായി, വലിയ പ്രഭുകുമാരനായി വിലസിയിരുന്ന ഫ്രാൻസിസ് സേവ്യർ. എന്നാൽ യേശുക്രിസ്തു സ്പർശിച്ചപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നിറഞ്ഞപ്പോൾ, ദൈവമാർഗത്തിലേക്ക് പിന്തിരിഞ്ഞപ്പോൾ സുഖലോലുപതയെല്ലാം വിട്ടുപേക്ഷിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ക്ലേശത്തെ എടുത്തവൻ, യേശുക്രിസ്തുവിന് വേണ്ടി പീഡനത്തെ എടുത്തവൻ, യേശുക്രിസ്തുവിന് വേണ്ടി ഞെരുക്കത്തെ വരിച്ചവനാണ് ഫ്രാൻസിസ് സേവ്യർ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പോകുന്ന വഴികളിലെല്ലാം ആ അംഗവസ്ത്രങ്ങൾ, ആ തുവാല ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. പൗലോസ് അപ്പോസ്തലൻ കൈകൾ നീട്ടി ദുഷ്ടാത്മാവെ പുറത്തു വരൂ എന്ന് കൽപ്പിക്കുമ്പോൾ പിശാചുകൾ ദൈവമക്കളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. പൗലോസ് അപ്പോസ്തലൻ കൈകൾ നീട്ടി ശാസിക്കുമ്പോൾ മന്ത്രവാദികൾ കണ്ണുകൾ പൊട്ടിപ്പോയത് ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം അത്ഭുത ശക്തി അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം മർമ്മം എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം വചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്ന വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന നിലയിൽ സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രവഹിക്കുന്നതിന് പിന്നിൽ പ്രവഹിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നു, അറിയുന്നു, അഭിമാനം കൊള്ളുന്നു. അതിൻ്റെ പിന്നിൽ ഇതുപോലെ സ്വന്തം ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് സുഖലോലുപത വിട്ടുപേക്ഷിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചതിനെയും ജാഗരിച്ച് പ്രാർത്ഥിച്ചതിനെയും ക്ലേശത്തിൻ്റെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ ജീവിതം എടുത്ത് നോക്കുക. ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രവഹിച്ച വലിയൊരു ഉപകരണമാണ് പത്രോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തിന് നിഴലും തട്ടിയാൽ മതിയായിരുന്നു, രോഗികൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. എന്താണ് അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു മർമ്മം കിടക്കുന്നത്? പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ വലിയ ക്ലേശങ്ങളും ഞെരുക്കങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടായപ്പോൾ അദ്ദേഹം
റോമാൻ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക്, സുരക്ഷിത ദേശത്തേക്ക് യാത്രയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം അങ്ങനെ ആത്മനിറവിൽ കയറി സുരക്ഷിത ദേശത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇതാ എതിരെ കുരിശും ചുമന്നുകൊണ്ട് യേശുക്രിസ്തു വരുന്നു. ഉടനെ പത്രോസ് അപ്പോസ്തലൻ ചോദിച്ചു, കർത്താവേ, അവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? കോവാദീസ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ രണ്ടാമതും ക്രൂശിക്കപ്പെടാനായി റോമിലേക്ക് പോവുകയാണ്. ഞാൻ രണ്ടാമതും ക്രൂശിക്കപ്പെടാനായി റോമിലേക്ക് പോവുകയാണ്. ഉടനെ പത്രോസ് അപ്പോസ്തലന് വലിയ ദൈവിക വെളിപാടുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് പത്രോസ് അപ്പോസ്തലൻ തിരിച്ച് റോമിലേക്ക് യാത്ര ചെയ്ത് ആ അപ്പോസ്തലൻ തിരിച്ച് റോമിൽ വന്നു. അവൻ കർത്താവിനെ കുറിച്ച് സാക്ഷിച്ചു, കർത്താവിൻ്റെ വചനത്തെ ഉദ്ഘോഷിച്ചു, കർത്താവിനെ പ്രഖ്യാപിച്ചു. അവൻ പ്രതികൂലത്തെ നേരിട്ടു, കഷ്ടതയെ നേരിട്ടു, പീഡനത്തെ നേരിട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് പത്രോസ് അപ്പോസ്തലനെ റോമൻ പടയാളികൾ പിടിച്ചുകെട്ടി ബന്ധിച്ച് കാരാഗൃഹത്തിൽ പൂട്ടിയത്. ആ കാരാഗൃഹത്തിൽ കടന്ന് അപ്പോസ്തലൻ അഭിമാനം കൊണ്ട് പീഡനത്തിലും ഞെരുക്കത്തിലും കഷ്ടതയിലും ദാരിദ്ര്യത്തിലും അപ്പോസ്തലൻ ശക്തിയിൽ അഭിമാനം കൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തെ കുരിശിലേക്ക് തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണേ എന്നല്ല പറഞ്ഞത്. അപ്പോസ്തലനെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോയി പറഞ്ഞു, എനിക്ക് കൂടുതൽ മാക്സിമം കഷ്ടത വേണം. എൻ്റെ ഗുരു കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടതുപോലെ എൻ്റെ തല മുകളിലേക്ക് എന്നെ കുരിശിൽ തറയ്ക്കരുത്, എന്നെ തല താഴത്തേക്കാക്കി എന്നെ കുരിശിൽ തറയ്ക്കുക. കൂടുതൽ കഷ്ടത, കൂടുതൽ ക്ലേശം അപ്പോസ്തലൻ ആഗ്രഹിച്ചു, ചോദിച്ചു. അപ്പോസ്തലൻ അത് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖലോലുപത വിട്ടുപേക്ഷിക്കുക, ഞെരുക്കത്തെ ഏറ്റെടുക്കുക, കഷ്ടത ഏറ്റെടുക്കുക, പീഡനം ഏറ്റെടുക്കുക. അവിടെയാണ് വചനം വളരുന്നത്, അവിടെയാണ് സഭ വളരുന്നത്, അവിടെയാണ് പരിശുദ്ധാത്മ വളരുന്നത്, അവിടെയാണ് ദൈവരാജ്യം വ്യാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖലോലുപതയിൽ നിങ്ങൾ പൂണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ധ്യാനം കൂടിയിട്ടും, നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട്, നിങ്ങൾ ഉപവാസം എടുത്തിട്ട്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ട്, ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നിങ്ങൾ സുഖലോലുപതയിൽ പൂണ്ടിരിക്കുകയാണെങ്കിൽ, ഇതാ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നു, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു ആത്മീയക്കാരൻ, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരൻ, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു സമർപ്പിതൻ, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു സമർപ്പിത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരനാണോ? നീ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു ശുശ്രൂഷകനാണോ? നീ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു സമർപ്പിതനോ സമർപ്പിതയോ വൈദികനോ ആണോ? നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. നീ പിശാചിനൊരു വെല്ലുവിളിയല്ല, നീ പിശാചിനൊരു വെല്ലുവിളി ഉയർത്തുന്നില്ല, പിശാച് നിന്നെ ഭയപ്പെടുന്നില്ല. കാരണം നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. സർപ്പത്തിൽ നിന്ന പോലെ സുഖലോലുപതയിൽ നിന്ന് ഓടി അകലുക. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 34-ാമത്തെ തിരുലിഖിതത്തിൽ കർത്താവ് ദൈവമക്കൾക്ക് നൽകുന്ന വലിയൊരു നിർദ്ദേശമുണ്ട്. ലൂക്ക 21:34, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. സുഖലോലുപത നിമിത്തം നിങ്ങളുടെ മനസ്സ് ദുർബലമായി ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ഗൗരവമുള്ള ഒരു വിഷയമാണ്. പാപം ഗൗരവമുള്ള ഒരു ശത്രുവാണ്. പാപം ഗൗരവമുള്ള ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ഗൗരവമുള്ള ഒരു ശത്രുവാണ്. അതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു ശത്രുവാണ് സുഖലോലുപത. പാപത്തെ പോലെ അതീവ ഗൗരവമുള്ളൊരു ശത്രുവാണ് സുഖലോലുപത. സർപ്പത്തിൽ എന്ന പോലെ സുഖലോലുപതയിൽ നിന്ന് ഓടിയകലുക, സുഖലോലുപത വിട്ടുപേക്ഷിക്കുക. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അവിടുന്ന് വർഷിക്കുന്ന അത്ഭുത അഭിഷേകങ്ങളും വരദാന സമൃദ്ധിയും ശുശ്രൂഷ കൃപകളും സഭയെ പടുത്തുയർത്താനും തിരുസഭ ശക്തി പ്രാപിക്കാനും ദൈവരാജ്യം വ്യാപിക്കാനും
കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സുഖലോലുപത വിട്ടുപേക്ഷിച്ച് കഷ്ടതയെയും ഞെരുക്കത്തെയും ബുദ്ധിമുട്ടുകളെയും ക്ലേശത്തെയും വചനത്തെ പ്രതി സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സ് ഞങ്ങൾക്ക് തരണമേ. വചനത്തെ പ്രതി ക്ലേശത്തെയും പീഡയെയും സ്വീകരിച്ച് നടക്കുന്നൊരു ജീവിതം, അതിനെക്കുറിച്ച് ആവേശം കൊള്ളാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദുർബലരെ ശക്തിപ്പെടുത്തണമേ കർത്താവെ, ക്ഷീണിതരെ ബലപ്പെടുത്തണമേ കർത്താവെ. വചനത്തെ പ്രതി ക്ലേശവും പീഡയും സഹിച്ചുകൊണ്ടിരിക്കുന്നവരെ വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളുടെ മേലും അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളുടെ മേലും അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. വചനത്തെ പ്രതി ക്ലേശവും പീഡയും സഹിക്കാൻ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. സുഖലോലുപത വിട്ടെറിഞ്ഞ് ഉപേക്ഷിക്കാൻ അത്ഭുത അഭിഷേകം ദൈവമക്കളുടെ മേൽ നിറയട്ടെ. കുടുംബങ്ങളുടെ മേൽ നിറയട്ടെ. കുടുംബങ്ങളിൽ നിന്ന് സുഖലോലുപതയെ ദൂരെ എറിയാൻ, കുടുംബങ്ങളിൽ നിന്ന് സുഖലോലുപതയെ ആട്ടിപ്പായിക്കാൻ, സ്ഥാപനങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, കോൺവെന്റുകളിൽ നിന്ന്, കമ്മ്യൂണിറ്റികളിൽ നിന്ന് സുഖലോലുപതയെ ആട്ടിപ്പായിക്കാൻ ഇപ്പോൾ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സുകളിൽ കുടികൊള്ളുന്ന സുഖലോലുപതയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, സുഖലോലുപതയുടെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരായിരിക്കും അവർ. അവസാന നാളുകളിൽ ജനിക്കുന്ന ദുഷ്ടന്മാരെക്കുറിച്ചുള്ള ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി അപ്പോസ്തലൻ തിമോത്തിയോസിന് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരായിരിക്കും അവർ. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നു. ഓ ദൈവമേ, ഇന്ന് എത്രയോ ജീവിതങ്ങൾ, ഇന്ന് എത്രയോ മേഖലകൾ ഇതുപോലെ സുഖലോലുപതയോടുള്ള ആസക്തിയാൽ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി ആത്മീയ ചൈതന്യത്തെ നശിപ്പിച്ച് 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 വ്യാപരിക്കുന്ന മേഖലകൾ, വ്യക്തികൾ. ഇന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിടിമിന്നൽ പോലെ ശക്തി വ്യാപരിക്കട്ടെ. സുഖലോലുപതയുടെ ആത്മാവ് ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും യേശുവെ ഇപ്പോൾ വിടുവിക്കണമേ. സുഖലോലുപതയാൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ദൈവമക്കളെ ഇപ്പോൾ യേശുവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സുകൾ സുഖലോലുപതയിൽ പൂണ്ടുകിടക്കുന്ന ജീവിതങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ഉയരാൻ പറ്റാത്തവർ, വിശ്വാസത്തിൽ വളരാൻ പറ്റാത്തവർ, ദൈവത്തിൽ ശക്തി പ്രാപിക്കാൻ പറ്റാത്തവർ, പെട്ടെന്ന് പാപത്തിൽ വീണു പോകുന്നവർ, പെട്ടെന്ന് ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് അടിമപ്പെട്ടു പോകുന്നവർ, ഇപ്പോൾ യേശുവിനെ വിളിക്കുക. കഷ്ടത സഹിക്കുന്ന ജീവിതത്തിന് വിലയുണ്ട്, ആത്മീയ ജീവിതത്തിന് വിലയുണ്ട്, ഉപവാസ ജീവിതത്തിന് വിലയുണ്ട്, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്, രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിന് വിലയുണ്ട്, രണ്ടാഴ്ച തോറും കുമ്പസാരിക്കുന്നതിന് വിലയുണ്ട്, ദേവാലയത്തിൽ പോയി യേശുക്രിസ്തുവിൻ്റെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി ത്യാഗം സഹിക്കുന്നതിന് വിലയുണ്ട്, ചരൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്. കരങ്ങൾ ഉയർത്തി ഇപ്പോൾ എല്ലാ ദൈവമക്കളും ത്യാഗത്തോടെയുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ഇത് അനേകർക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവ് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്യാഗത്തോടെ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന അർത്ഥം കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് അനേകരെ സഹായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനുള്ള കൃപ കർത്താവ് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക രോഗികളുടെ മേൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഇപ്പോൾ രോഗികളായ ആരെങ്കിലും അരികിലുണ്ടെങ്കിൽ കൈകൾ വെച്ച് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മ ശക്തി ആവസിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ ഉറക്കെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സുഖപ്പെടുത്തണമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തിന്മയുടെ കോട്ടകൾ തകരട്ടെ, അന്ധകാര ചങ്ങലകൾ മുറിയട്ടെ. തിന്മയുടെ എല്ലാ ആധിപത്യ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എൻ്റെ പേര് ഗ്രേസി, കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 2 വർഷമായി താഴെ വീണിട്ട് കൈ ഒടിഞ്ഞതിൻ്റെ ഫലമായി കൈ എപ്പോഴും തരിപ്പും ഒന്നും കയ്യിലെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ കൈയിൻ്റെ തരിപ്പ് മാറി, വേദനയില്ല, എല്ലാം മാറി, തരിപ്പൊക്കെ വിട്ട് മാറി, നല്ല സൗഖ്യം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നല്ല സുഖം തോന്നുന്നുണ്ടോ?
തോന്നുന്നുണ്ട്. കൈ കൊണ്ടൊക്കെ നന്നായിട്ടൊക്കെ കൈയടിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും ചുടുവെള്ളത്തിലാണ് കുളിച്ചിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം 5 ദിവസം പച്ചവെള്ളത്തിൽ കുളിച്ചു. അങ്ങനെ ചെറുപ്പം മുതൽ ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പച്ചവെള്ളത്തിൽ കുളിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട്? നെഞ്ഞത്ത് കഫം കെട്ടി. പച്ചവെള്ളത്തിൽ കുളിക്കുമ്പോൾ പല രോഗപീഠകൾ ഉണ്ടായിരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ മുതൽ പച്ചവെള്ളത്തിൽ കുളിച്ചു. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജോസഫ് ചെമ്പേരി, കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ 2 കൈക്കും മുഴകളുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ മുഴയുടെ കാര്യം പറയുമെന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. എത്ര നാളെയുള്ള മുഴകളാ? കുറേ വർഷങ്ങളായതാണ്. ഒരു 10 വർഷം 15 വർഷം ആയിട്ടുള്ള മുഴകളായിരുന്നു. 2 കൈക്കും മുഴകളുണ്ടായിരുന്നു. ഇവിടെ ഈ ഭാഗത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2 കൈകളിലും മുഴകളുണ്ടായിരുന്നു. 10-15 വർഷമായിരുന്ന മുഴകളായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഴകൾ മാറി വരും നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കയ്യിൽ മുഴകൾ കാണാനില്ല. 2 കൈകളിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന മുഴകൾ നിങ്ങൾ നോക്കിയപ്പോഴല്ല മുഴ കാണുന്നുണ്ടോ? മുഴകളും പൂർണ്ണമായും വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് മാറ്റപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ.